எப்படி இருக்கு? நல்லா இருக்கா? இது யாருடைய வீடு? காலையில தொட்டு சாயந்தரம் வரைக்கும் என் வீடு. நல்லா இருக்கா? കൊണ്ട് അയാളുടെ മുന്നേ ഫ്രണ്ടിലാണ് നിൽക്കണേ. ബെല്ലടിച്ചിട്ട് ആരും തുറക്കണില്ല. ആ ഇതിലേക്ക് ഇപ്പം തന്നെ ഞാൻ വിളിച്ചു പറയാം. അയാളങ്ങ് ഇവിടെ ഇല്ലെന്നേ. അയാളുടെ സ്ഥിരം പരിപാടിയാ. ഇവിടെ വരുമ്പോ ആളുണ്ടാവൂല. നോക്കണ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ നോക്കരുതെന്ന്. എടി നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടേ ഇന്നേക്ക് 6 വർഷം കഴിഞ്ഞു. എടി 10ാം ക്ലാസ് ഫെയിലായിരുന്ന നീ ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ നിന്നോട് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, പഠിക്കണമെന്ന്.
എടി IAS-ഉം IPS-ഉം പഠിക്കണമെന്നല്ലല്ലോ നിന്നോട് ഞാൻ പറഞ്ഞത്. എള്ളുണ്ട ഉണ്ടാക്കാൻ പഠിക്കണമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നീ പഠിച്ചോ? അതിന്റെ പേരിലാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞത്. നിന്റെ അച്ഛനെ എന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? എന്റെ തലക്ക് സുഖമില്ലാത്തവനാണെന്ന്. ഞാൻ പൊട്ടനല്ല. ഞാൻ അപ്പം തന്നെ എന്റെ തലയുടെ എക്സ്റേ എടുത്ത് ഓഫീസിലുള്ള എല്ലാവരും കാണിച്ചു കൊടുത്തു. ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. അവർക്ക് മനസ്സിലായി എന്റെ തലക്കൊരു കുഴപ്പമില്ലാന്ന്. നിന്റെ അച്ഛൻ നുണ പറഞ്ഞെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ട്ടാ. ആ പുള്ളി എന്റെ മുന്നിൽ എന്തെങ്കിലും വന്ന് പെട്ടാലുണ്ടല്ല, എന്റെ ഈ തല കൊണ്ട് ഞാൻ ദേ ഇങ്ങനെ തല എന്നെ ജീവിക്കാനും സമ്മതിക്കില്ലല്ലോ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്ന തലയായിരുന്നു. ഇനി എന്തൊക്കെയാവും എന്തോ. பெரிய வீட்டுக்கு போய் தூங்கினேன் என்று சொல்லி பெரிய ஆளாக முடியாது. அந்த நேரத்தில் எல்லாத்தையும் தூக்கி வந்துடு. ஆமா, சுகத்துக்காகத்தான் போயிட்டேன். பிறந்த நாள் முதல்ல எல்லாம் அவங்களே மாதிரி எனக்கும் ஆசை இருக்கு, ஒரு நல்ல வீட்டுக்குள்ள வாயறதுக்கு. டேய் சும்மா இருடே. நாளை நீ அந்த வீட்டுக்குள்ள போற? நான் போறேன். காலையில இருந்து சாயந்தாலம் வரைக்கும் அது ஏன் வீடு. நானும் உன்னிடம் வருகிறேன். என்னடி நான் வந்தா? அந்த வீட்டில இருந்து எதுவுமே தூக்க வேணாம், நான் ஒத்துக்க மாட்டேன். நீ யாரோ ஒருத்தர் வீட்டில் கொஞ்ச நேரம் இருந்ததுனால நீ பெரிய ஆளா இதை நினைக்காத. ஊருக்கு போயதுக்கு அப்புறம் உங்களோட திருமணம் அல்ல காந்தியம்மா? மண்ணாத்தி, நீ எங்க போய் படுத்தாலும் கடைசியா இங்க நாகதர்கிட்ட வர போற. பல வாட்டி நான் உங்ககிட்ட சொன்னேன் எனக்கு அவ கூட வாழ முடியாதுன்னு. பின்ன எதுக்காக அதையே திரும்பி திரும்பி சொல்ற? அது உன்னோட இது, அது உன்னோட இது. ஆறடி நீ சொல்லுடி, சொல்லுடி. ಒಣ್ಣಾತಿ ಇಷ್ಟ ಇಲ್ಲದಿದ್ರೆ ಅದು ಫೋರ್ಸ್ ಏನು ಮಾಡಬೇಡ, ಬಿಟ್ಬಿಡಿ. ஆண்களை போல வாட நாயே, நீ எப்படி வாழ வேண்டும் என்பதை நான் முடிவு செய்வேன். இனிமே அவ கூட வாழ சொல்லி என்ன தொந்தரவு பண்ணிட்டேன்னா நான் உங்க எல்லாவங்களையும் சேர்த்து போலீஸ் கிட்ட கம்ப்ளைண்ட் கொடுத்துடுவேன். நீங்க திருடியதும் கொலை பண்ணதும் எல்லாத்தையும் போலீஸ் கிட்ட சொல்லிடுவேன். சொல்வியா? நீ சொல்வியா? நீ போலீஸ் கிட்ட சொல்வியா? காசர்கோடு வீட்டுக்கு முன்னாடியே ஒரு குழந்தையும் தூக்கி ஒரு அம்மா நிற்கிறது நான் பார்த்தேன். ஒரு கிளாஸ் தண்ணி நான் அவளிட்டேன் கேட்டேன். தண்ணி எடுக்கிறதுக்கு உள்ள போன டைமில் அவளை நான் கொலை பண்ணிட்டேன். குருவாட்டியம் என்று கேட்டாலே இந்த கேரளாவை பயந்துடும். அவளை நீ உயிரோடு இருக்கக்கூடாது. மண்ணாத்தி ஃபோனிலிருந்து எடுக்கப்பட்ட புகைப்படம் இது. ನಾವು ಇದು ಹೇಗೆ ನೋಡ್ತಾ ಇದ್ದಾರೆ? எங்க பார்க்கலாம். ഇന്നെന്താ സാറേ നേരത്തെ പോന്ന? ഇന്ന് കാറെടുത്തില്ലേ?
എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓഫീസിലുള്ള സുകേഷ് ഉണ്ടല്ലോ, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, ഓഫീസിൽ നിന്ന് വഴക്കിട്ട് വരുന്ന വരവാണല്ലേ? ஹலோ சொல்லு மீனாட்சி. മണ്ണാത്തി, നീ എന്താ വീട്ടിലിരുന്ന് സീക്കിരമാ കിളമ്പിട്. നീ പോലീസ് കിட்ட சொல்லுமென்னு காந்தேமி கிட்ட சொன்னதினாலே முருகண்ணனும் நாகேந்திரனும் உன்னை கொல்லறதுக்கே அங்க வந்துரும். சீக்கிரமா அங்கேருந்து கிளம்பிடு. என்னடி சொல்ற? ഹലോ, എന്താടാ? ആന്റി. ആ. എനിക്ക് ആന്റിയെ കാണണം. എന്താടാ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വരട്ടെ? അത് വേണ്ട, അങ്കിളിനത് ഇഷ്ടാവൂല. മോനെ മൈക്കിളെ, എന്താടാ നിനക്ക് പറ്റിയേ? മൈക്കിളെ. ആന്റി, ഓഫീസിലുള്ള സുകേഷ് എന്നെ പ്രാന്താന്ന് വിളിച്ച ആന്റി. ആഹാ, അതാണോ കാര്യം? മൈക്കിളെ, ഞാൻ സുകേഷിനോടൊന്ന് ചോദിക്കട്ടെ? വേണ്ട. എടാ, നിന്നെ അവന് ഭയങ്കര ഇഷ്ടാ. ചിലപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിലെങ്ങാനും പറഞ്ഞായിരിക്കും. 6 വർഷം എൻ്റെ കൂടെ ജീവിച്ച് ലിസിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ വേണ്ടാന്ന് വെച്ചാൽ അവള് പോയപ്പോ ഈ സുകേഷ് വിളിച്ച അതേ വാക്ക് തന്നെ അവള് എന്നെ വിളിച്ചത്. മൈക്കിളെ, നീ വിഷമിക്കാതിരിക്കേ. ആന്റി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താടാ? മൈക്കിളെ, എന്നെ ഇപ്പം നിന്റെ ആൻറ്റി വിളിച്ചിരുന്നു. സോറിടാ, പെട്ടെന്ന് അറിയാതെ. എടാ, MDയുടെ വായിലിരിക്കണം മുഴുവനും കേട്ട് നിൽക്കുമ്പോഴാ നീ വന്നിട്ട്. സോറിടാ മൈക്കിളെ. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറയടാ. നീ വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൈക്കിളെ. എടാ, ഇന്ന് വൈകുന്നേരം നമുക്ക് ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചാലോ? ആ, ഞാൻ അങ്ങോട്ട് വരാടാ. നമുക്ക് ഒരുമിച്ചാവാം. വരുവാ? ആ, വരാം. ഓക്കേടാ. ആ, ഓക്കെ. ലാസ്റ്റ് സപ്പറാണ് നിന്റെ. വേഷം കിട്ടും. എടാ സുകേഷേ, നിനക്ക് ഞാൻ പ്രാന്തനാണല്ലേ? ഇത് നീ അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോ ആർക്കാണ് പ്രാന്തെന്നുള്ളത് നമുക്ക് കാണാം. സ്വർഗവും നരകവും എല്ലാം നീ കാണും. ഞാൻ കാണിക്കും. നീ ഏതാ പെണ്ണേ? ആരടി
ಮಣ್ಣಾತಿ ನೀನೇನು ಯೋಜಿ ಸಿಕ್ಲಿಲ್ವಾ? ಈ ಮನ ನನಗೆ ಗೊತ್ತಿರುವುದಿಲ್ಲಂದು ಬುದ್ಧ ಮಗಳು. ஏ வண்ணாத்தி இங்க சௌக்கியமா? என்னடா பேசுறேன்? அவங்க இங்க பரம சௌக்கியம்தா. நீங்க சௌக்கியத்துக்கு முடிஞ்சாச்சு. நீ போலீஸ்கிட்ட எல்லாம் சொல்லி கொடுக்கறியா? முருகண்ணா, அது நான் கோபம் வந்தப்ப சொன்னது தானே. நான் அப்படி இதுவும் பண்ணாது. பாவம், அவங்க அப்படி ஒன்றும் சொல்ல புரியல. வண்ணாத்தி உன் கதை முடிஞ்சாச்சு. இந்த வீட்டுக்குள்ளே இட்டு கொள்ளுறதுக்காக காந்தியம் ஆர்ಡರ್. ಅದಕ್ಕೆ ಮುಂಚೆ ಈ ಮನೆಯಲ್ಲಿ ನಾವು ಇಬ್ರು ಫಸ್ಟ್ ನೈಟ್, ಆಮೇಲೆ ನಿನಗೆ ಕೊನೆ ಚುಂಬನ, ಗೊತ್ತಾಯ್ತಾ? என்னடா இது துப்பாக்கிக்குள்ள உண்டு இல்லையா? உண்டு இருக்கு எள்ளுண்டு இருக்கு. எள்ளுண்டா? டேய் சீக்கிரம் வாடே, அந்த துப்பாக்கில இருந்து வர உண்டு இல்ல டேய். ஏய் சீக்கிரம் வாடே, வா 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 வா. கீழே வா வா வா, கீழே வா வா. ഇവിടെ ഉണ്ടായിരുന്ന എള്ളുണ്ട. അയ്യോ, എന്റെ എള്ളുണ്ട പോയി. வாய் மூடுறா. ഇയാള് ലുട്ടാപ്പിയായ. സുഗേഷ്, എടാ ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നടാ. സോറിടാ മൈക്കിളെ. അതൊന്നും കുഴപ്പമില്ലടാ, നീ വന്നില്ലേടാ. അത് മതി. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചേക്കണം അറിയോ? ചേടാ, ഇവന്മാര് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഫുഡ് കംപ്ലീറ്റ് എടുത്ത് തിന്നലടാ. നീ പേടിക്കണ്ട, ഇവിടെ വേറെ ഉണ്ട്. നിനക്ക് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം.
മറ്റവർ രണ്ടുപേരും അവിടെ കിടപ്പുണ്ട്, ചത്തട്ടില്ല. കുറേ നാളുകൂടിയായി വീടിനൊരു അനക്കം വന്നത്. ഇയാൾ വിളിക്കുന്നു, ഞാൻ കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മ രണ്ടും കൂടി വിളിക്കുന്നു, ഇവര് കണ്ടുപിടിക്കുന്നു. ഭയങ്കര രസമായിരുന്നു അല്ലേ? അല്ല ഇയാൾ ഏതാ? അല്ല അതെന്തെങ്കിലും ആവട്ടെ. ഇയാൾക്ക് എള്ളുണ്ട ഉണ്ടാക്കാൻ അറിയോ?